ആരാണ് പേടിക്കുന്നതെന്ന് വ്യക്തമല്ലേ? ആരാണ് പേടിക്കുന്നത്? സഭ നിർത്തിവെച്ച എന്തിനാ? ഞങ്ങളില്ലാത്തപ്പോൾ സഭയിൽ എന്താ നടക്കുന്നത്? ഈ കാര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി ചോദിച്ചതല്ലേ? സമ്മതിച്ചില്ലല്ലോ. പ്രധാനപ്പെട്ട വിഷയങ്ങൾ സമ്മതിച്ചില്ലല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തിയ വിഷയം അടിയന്തര പ്രമേയമായിട്ട് ഞാൻ കൊണ്ടുവന്നതല്ലേ? അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അതിന് പ്രാധാന്യമില്ല എന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കലല്ല. അടിയന്തര പ്രമേയം നിങ്ങൾക്കറിയാം അതിൻ്റെ വ്യത്യാസം. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും ആ വിഷയത്തിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞവർ ജനാധിപത്യത്തിൻ്റെ മര്യാദകൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുവരെ നമുക്കറിയാം, സഭയിലുണ്ടായിരുന്നല്ലോ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ എല്ലാം കാണിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ സഭാ TV എന്ന ഒരു പ്രഹസന പരിപാടിയുടെ പേരിൽ. അതുവരെ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു മർദ്ദനം നടന്നാൽ കാണില്ലേ? ഒരു പരിക്ക് പറ്റിയാൽ അതിൻ്റെ വേദന അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം പ്രകടിപ്പിക്കില്ലേ? സഭ നിർത്തിവെച്ച് പോയി അവിടെ എന്തോ കൂടി ആലോചന നടത്തി, അതിനുശേഷം വന്ന് പൊടുന്നനവെ പ്രഖ്യാപിക്കുകയാണ് പരിക്കേറ്റുന്നു അല്ലെങ്കിൽ ദേഹോദ്രവം ഏൽപ്പിച്ചു. അതാണ് ഞങ്ങൾ പറഞ്ഞ ആലോചന അല്ലെങ്കിൽ ഗൂഢാലോചന. അതിന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ഗൂഢാലോചന. ഇങ്ങോട്ടാ പരിക്കേൽപ്പിച്ചത്. ഞങ്ങള് പ്രസിഡന്റ് പറഞ്ഞോട്ട് ഞങ്ങള് ജനാധിപത്യത്തിൽ പ്രതിഷേധം നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെയാണ് അവരിങ്ങോട്ട് കയറി തള്ളുകയും ഞങ്ങളൊരു ബലമായി മാറ്റുകയൊക്കെ ചെയ്ത്. അല്ല, ഞങ്ങളാരും ചെയ്തതല്ല. ഞങ്ങളൊക്കെ വളരെ ജനാധിപത്യ രീതിയിൽ വളരെ സംയമനത്തോടെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുക. അവിടെ ഈ വാച്ച് ആൻഡ് വാർഡ് ഞങ്ങളെയാണ് ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സഭയിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നതാണ് ഭരണപക്ഷം ഉയർത്തുന്ന. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന അടക്കം കേൾക്കാൻ നിൽക്കാതെ ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോയത് പേടിച്ചോടുന്നതിന്